എറണാകുളം കൂത്താട്ടുകുളത്ത് വൈദ്യുതി വിച്ഛേദിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ മോഷണം നടന്നത്. കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂത്താട്ടുകുളം തിരുമാറാടിയിലാണ് വൈദ്യുതി വിച്ഛേദിച്ച ശേഷം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയത്. ഇടപ്ര ജംഗ്ഷനിലെ വടക്കേടത്ത് പച്ചക്കറിക്കടയിൽ നിന്ന് 15,000 രൂപയോളം കവർന്നു. തൊട്ടടുത്തുള്ള ചാക്കോച്ചീസ് പച്ചക്കറിക്കട, ദേവാരം മെഡിക്കൽ സ്റ്റോർ, തിരുമാറാടി ജംഗ്ഷനിലെ ലക്കി കളക്ഷൻസ് എന്നിവിടങ്ങളിലും മോഷ്ടാവെത്തി. തിരുമാറാടി ജംഗ്ഷൻ, തിരുമാറാടി ഹൈസ്കൂൾ, സുന്ദരിമുക്ക് എന്നിവിടങ്ങളിലെ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് ഊരിയ ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കടകളിലെ CCTV ക്യാമറകൾ തിരിച്ചുവച്ച ശേഷമായിരുന്നു മോഷണം. എന്നാൽ മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തിരുമാറാടിയിൽ ഇന്നലെ പാതിരാത്രിക്ക് ശേഷം 2 മണിക്ക് ശേഷം 4 കച്ചവട സ്ഥാപനങ്ങൾ കുത്തി തുറക്കുകയും മോഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്യൂസ് ഊരി വെച്ചിട്ടാണ് മോഷ്ടാവ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഇത്രയും വർഷത്തിനിടയ്ക്കുണ്ടല്ലോ, ഇതൊരു ആദ്യ അനുഭവം എനിക്ക്. ഇതിലും കൂടുതൽ പൈസയൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകാറുള്ളതാണ്. ഇതൊന്ന് ബാങ്കിൽ നിന്ന് മിനിഞ്ഞാന്ന് പോയി ബാങ്കിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ വെച്ചാൽ ലോണിന് കൊടുക്കാനും പച്ചക്കറിക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് വെച്ചായിരുന്നു പൈസ അത് എടുത്തുകൊണ്ട് പോയത്. ഞാൻ ആ സമയത്ത് പോകണോണ്ട് രാത്രി പൈസ പിടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാറില്ല. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഇവിടെ ആണല്ലോ, ഇവിടെ നല്ല കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1 മാസം മുൻപ് പഞ്ചായത്തിലെ വെട്ടിമുട്ടിലും മലഞ്ചരക്കുൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു. തിരുമാറാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊച്ചി.